Hello guys, welcome back to Sideline Football and North London is still red. വീഡിയോ ഒരു പൊടിക്ക് വൈകി പോയെന്ന് അറിയാം, ചെറിയ ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട് ശബ്ദത്തിൻ്റെ ബേസ് ചെയ്ത്. സോ അതുകൊണ്ട് ശബ്ദം ഇച്ചിരി കുറവായിരിക്കും വീഡിയോയിൽ. സോറി അബൌട്ട് ദാറ്റ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇനി തുടർച്ചയായ മൂന്നാമത്തെ നോർത്ത് ലണ്ടൻ ഡെർബി വിജയമാണ് ആഴ്സണൽ നേടിയിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഒരു ഗെയിം വരുന്നപ്പോൾ ആഴ്സണലിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാരണങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഇറ്റ്സ് നോർത്ത് ലണ്ടൻ ഡെർബി. ഓഫ് കോഴ്സ് അതിൻ്റേതായ ഒരു വീറും വാശി എന്തായാലും ഉണ്ട് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നോർത്ത് ലണ്ടൻ ഡെർബിക്ക് അതിൻ്റേതായ ഒരു വീറും വാശി 2 ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതൊന്ന്. മറ്റൊന്നെന്ന് പറയുന്നത് ആഴ്സണൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അത്യാവശ്യം ഒരു മോശം റൺ ഓഫ് ഫോമാണ്. റിസൾട്ട്സും ഗെയിം പ്ലേയും എല്ലാം ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസും ഒക്കെ ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. സോ ഈ ഒരു മത്സരം കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് അതൊക്കെ ഒന്ന് തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സരം കടന്നു വരുന്നത്. അതിന് ഇതിനേക്കാളും നല്ലൊരു മത്സരം വേറെ ഇല്ലതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസിൻ്റെ കാര്യമാണ്. അതിപ്പോൾ ഓൾറെഡി തൊട്ട് മുമ്പ് ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ അടുത്ത് ഡ്രോയിൽ കുടുങ്ങിയപ്പോൾ അവരവിടെ 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഗ്യാപ്പ് നമ്പർ 1 പൊസിഷനും ആഴ്സണലിൻ്റെ സെക്കൻഡ് പൊസിഷനും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാനായുള്ള നല്ലൊരു അവസരമാണ് ആഴ്സണലിന് ഈ ഒരു മത്സരത്തിലേക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ. സോ അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ മത്സരം ആഴ്സണൽ ഫാൻസിന് വളരെ ക്യൂരിയസ് ആയിരുന്നു. ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ 2-1 ഒരു ഡോമിനേറ്റിംഗ് വിക്ടറി തന്നെയാണ് ആഴ്സണൽ നേടിയെടുത്തത് ഈ ഒരു മത്സരത്തിൽ. 3 ഗോളുകളും ഫസ്റ്റ് ഹാഫിൽ നിന്ന് തന്നെയാണ് വന്നത്. അതിലിനിയിപ്പോൾ ലൈനപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ടീമും 4-3-3 ഫോർമേഷനിലാണ് നടന്നിരുന്നത്. അതിൽ 2 ടീമിനും അത്യാവശ്യം ഇഞ്ചുറി പാക്കേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി വാൻഡവൻ, വിക്കാരിയോ, ബെൻഡാക്കോർ, റൊമേറോ എന്നീ പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബുക്കായോ സാക്ക, ഈദൻ ന്യോനറി, കാലഫിയോറി, ബെൻ വൈറ്റ്, ടോമിയാസു ഇവരൊന്നും ഇല്ലാതെ, ഗബ്രിയേൽ ജീസസ് ഇവരൊന്നും ഇല്ലാതെയാണ് ആഴ്സണൽ ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ ആദ്യത്തെ മിനിറ്റ് മുതൽ സ്പേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു ഗെയിം തന്നെയാണ് ആഴ്സണൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആഴ്സണൽ കേൾക്കുന്നൊരു ചീത്തപ്പേര് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ കൺട്രോളും ബോൾ പൊസിഷനും നല്ല രീതിയിൽ ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ കളികളുണ്ടെങ്കിലും ബോൾ മൂവ്മെൻറ്റ് പതുക്കെ ബിൽഡപ്പ് ചെയ്യുന്നൊരു സിനാരിയോ ആഴ്സണൽ പ്ലേയേഴ്സ് കുറച്ച് കാലമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അവർ തിരുത്തി എന്നുള്ളതാണ്. ഫസ്റ്റ് മിനിറ്റ് വേണമെങ്കിൽ തന്നെ നല്ല വേഗതയിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിരുന്നു. ടോട്ടനത്തിനൊരു ചാൻസ് പോലും കൊടുക്കാതെ, കാരണം ആദ്യത്തെ ഒരു 20 മിനിറ്റ് അട്ടർ ആഴ്സണൽ ഡോമിനേഷൻ തന്നെയായിരുന്നു. ടോട്ടനം ബോക്സിലേക്ക് തുരുതുര മൂവ്മെൻറ്റ്സ് വരുന്നൊരു സാഹചര്യമായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ആദ്യത്തെ 20 മിനിറ്റ് വരെ ടോട്ടനം ഹോട്ട്സ്പറിന് ആഴ്സണലിൻ്റെ ബോക്സിലൊരു ടച്ച് പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്കും ഡോമിനേഷൻ ആഴ്സണൽ അവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ, ബോക്സിനകത്ത് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു ക്ലിനിക്കൽ ടച്ച് ആഴ്സണലിൽ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സ്റ്റെർലിങ്ങിനായാലും ട്രോസാറിനൊക്കെ ഹാഫ് ചാൻസസ് കിട്ടിയിരുന്നു, പക്ഷെ അതൊന്നും ഫിനിഷ് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നില്ല. ആൻഡ് നല്ല രീതിയിൽ പ്രസ്സിങ് ഉണ്ടായിരുന്നു ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ ഫ്രണ്ട് ലൈനിൻ്റെ ഭാഗത്ത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലവട്ടം സ്പേഴ്സ് ഗോൾ കീപ്പറായ കിൻസ്കി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സമ്മർദ്ദത്തിലാവുന്നു പലവട്ടം കണ്ടൊരു കാര്യമാണ്. ആൻഡ് 20 മിനിറ്റ് ആയപ്പോഴേക്കാണ് ടോട്ടനത്തിൻ്റെ നല്ലൊരു അറ്റാക്ക് ആദ്യം വന്നത്. ലെഫ്റ്റ് വിങ് കൂടെ ലെഫ്റ്റ് ബാക്കായ സ്പെൻസിൻ്റെ വക ഒരു റണ്ണായിരുന്നു. അദ്ദേഹം കൊടുക്കുന്നൊരു ക്രോസ് സെൻട്രലിലുള്ള സൊലാങ്കയ്ക്കാണ് അദ്ദേഹം വെച്ചു കൊടുത്തത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ആഴ്സണൽ ഡിഫൻഡറായ ഗബ്രിയേൽ ഒരു തകർപ്പൻ ക്ലിയറൻസ്, ഒരു ഗോളിന് സമാനമാകുന്ന ഒരു തകർപ്പൻ ക്ലിയറൻസ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെ ആഴ്സണലിൻ്റെ ഡിഫൻസും അങ്ങനെ മത്സരത്തിലേക്ക് ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങി ആ ഒരു മൂഡ് കൂടി. അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ കുലുസെവ്സ്കിയുടെ ഭാഗം ഒരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായ ഡേവിഡ് റായ അത് സേവ് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ നിമിഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ തന്നെ 25ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും പക്ഷെ അപ്രതീക്ഷിതമായ ഒരു ഗോൾ അഡ്വാൻറ്റേജ് ടോട്ടനം ഹോട്ട്സ്പറിന് കിട്ടി എന്നുള്ളതാണ്. ഒരു കോർണർ കിക്കായിരുന്നു, അത് ഷോർട്ട് കോർണർ എടുക്കുന്നു, പന്ത് ബോക്സിലേക്ക് വെക്കുന്നു, അത് ക്ലിയർ ചെയ്ത് സെക്കൻഡ് ബോൾ ലാൻഡ് ചെയ്യുന്നത് ബോക്സിൻ്റെ എഡ്ജിൽ നിൽക്കുന്ന സ്പേഴ്സിൻ്റെ ക്യാപ്റ്റനായ സോണിൻ്റെ കാലുകളിലേക്കായിരുന്നു. പന്ത് താഴെ കുത്തുന്നതിന് മുമ്പ് ഒരു ലോ ഷോട്ട് അങ്ങ് സോൺ പായിച്ചു. അത് ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ കാലിൽ തട്ടി ഡിഫ്ലക്ഷനായിട്ടാണ് പോസ്റ്റിലേക്ക് കയറിയത്. സോ ഡേവിഡ് റായ വാസ് ഹെൽപ്ലെസ് ദർ. സോ അങ്ങനെ കളിയുടെ ഫ്ലോയ്ക്ക് വിപരീതമായിട്ട് ടോട്ടനം ഒരു ലീഡ് അവിടെ എടുക്കുകയാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ.
അപ്പോൾ ഓൾറെഡി ആ ഒരു സമയത്ത് ഞാൻ മത്സരം കണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് പഴയ ഒരു സ്റ്റോറി ലൈൻ കാണുന്നതിൻ്റെ ഒരു ഡേജാവു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. കാരണം ആഴ്സണൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള മത്സരങ്ങളിൽ നല്ല രീതിയിൽ ബോൾ പൊസിഷനും കൺട്രോളും ഉണ്ടായെങ്കിലും ഗോൾ അടിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ എതിർ ടീമിന് അപ്രതീക്ഷിതമായി ഗോൾ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് അൺവാണ്ടഡ് പ്രഷറിലേക്ക് പോകുന്ന ഒരു സിനാരിയോ ഒക്കെ ഒരു സ്റ്റോറി ലൈൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം പരിപാടി തന്നെ ഈ ഒരു മത്സരത്തിന് സംഭവിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ആഴ്സണൽ പ്ലേയേഴ്സ് ഈ ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തു. ആ ഒരു ഗോൾ വാങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. കുറച്ചും സമയം കഴിഞ്ഞ് 40ാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ ആഴ്സണൽ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തി. അതൊരു കോർണറിൽ നിന്നാണ് കിട്ടിയത്. ആ കോർണറിനെ പറ്റി പറയണം, ഇച്ചിരി ചർച്ചാ വിഷയമുള്ള കാര്യമാണ്. ലെഫ്റ്റ് ഫ്ലാങ്കിൽ ട്രോസാർഡാണ് ആ ഒരു കോർണർ വിൻ ചെയ്യുന്നത്. പെഡ്രോ പോറോയായിട്ടുള്ള ഇൻട്രാക്ഷനിടയിൽ ശരിക്കും സംഭവിച്ച റീപ്ലേയിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ട്രോസാർഡ് അടിക്കുന്ന ഷോട്ട് പെഡ്രോ പോറോയുടെ മേത്ത് തട്ടി തിരിച്ച് ട്രോസാർഡിൻ്റെ മേത്ത് തട്ടിയിട്ടാണ് കോർണർ ലൈൻ കടന്നു പോകുന്നത്. പക്ഷേ റെഫറി ആഴ്സണലിനൊരു കോർണർ കിക്കാണ് വിധിച്ചത് ഗോൾ കിക്കിന് പകരം. സോ അവിടെ VAR ഇൻ്റർഫിയർ ചെയ്യാവുന്ന റൂൾസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് എല്ലാ റെഫറിയുടെ ഒരു ഹ്യൂമൻ എററായിട്ട് തന്നെ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. സോ കോർണർ കിക്ക് എടുത്ത ഡെക്ലാൻ റൈസ് ആയിരുന്നു. ഫാർ പോസ്റ്റിലേക്കാണ് പന്തെത്തിയത്. ആഴ്സണലിൻ്റെ ഡിഫൻഡറായ ഗബ്രിയേൽ ഈ കോർണർ സിറ്റുവേഷൻസിൽ ആഴ്സണലിൻ്റെ മാച്ച് തുറപ്പിച്ചിട്ടാണ് ഗബ്രിയേൽ പെനാൽറ്റി ബോക്സിൽ നിന്ന് മാർക്കറായ ഡ്രാഗൂസിനെയും വെട്ടിച്ച് പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് ഓടി ഫാർ പോസ്റ്റിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു ഹെഡർ സൊലാങ്കയുടെ മേത്തേക്കാണ് ഹെഡർ വെച്ചത്. സൊലാങ്കയുടെ മേത്ത് തട്ടിയാണ് അത് പോസ്റ്റിനകത്തേക്ക് കയറുന്നത്. സോ അങ്ങനെ സൊലാങ്കയുടെ ഒരു ഓൺ ഗോളായിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ 40ാമത്തെ മിനിറ്റിൽ സെറ്റ് പീസ് FC എന്നൊരു ചെല്ലപ്പേരുള്ള ആഴ്സണൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു കോർണർ കിക്കിലൂടെ തന്നെ ഗോൾ കണ്ടെത്തി, ഈക്വലൈസിങ് ഗോൾ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നീട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആഴ്സണൽ അവരുടെ വിന്നിങ് ഗോളും കണ്ടെത്തി. അത് കുറ്റം പറയേണ്ടത്, ഈ ഒരു ഗോളിന് പറയേണ്ടത് വേണമെങ്കിൽ സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ എസ്പെഷ്യലി ബിസോമയുടെ ഒരു ലേസി സ്ലോ ഗെയിം വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ആഴ്സണൽ മിഡ്ഫീൽഡ് പന്ത് തട്ടിപ്പറിച്ചെടുക്കുന്നു. നേരെ കിട്ടുന്നത് ക്യാപ്റ്റനായ ഒഡഗാർഡിൻ്റെ കളികളിലേക്കാണ്. ഒഡഗാർഡ് നേരെ ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് വയ്ക്കുന്നു. സോ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് ബോക്സിലേക്ക് ഓടിക്കയറുന്ന ട്രൊസാർഡ് ബോക്സിൻ്റെ ലൈൻ കടന്ന ഉടനെ തന്നെ ലെഫ്റ്റ് ആംഗിളിൽ നിന്ന് ഒരു തകർപ്പൻ ഷോട്ട് ഫാർ പോസ്റ്റ് കോർണറിലേക്ക് വെക്കുകയായിരുന്നു. ഗോൾ കീപ്പറായ കെൻസ്കിക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്യായിരുന്നു എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആഴ്സണൽ 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തി ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് തന്നെ. സോ ആ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ചിരുന്ന ഡോമിനേഷന് നീതി പുലർത്തുന്ന രീതിയിലുള്ളൊരു സ്കോർ ലൈനിൽ തന്നെ ഫസ്റ്റ് ഹാഫ് അവർക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലിന് ശരിക്കും ആ 2 ഗോളല്ല അതിൽ കൂടുതൽ ഗോളുകൾ നേടാനുള്ള അവസരങ്ങളും സാഹചര്യവും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഡിഫൻസിൻ്റെ ഇടയിൽ കൂടെ ആഴ്സണൽ പ്ലേയേഴ്സിന് കണ്ടെത്താനും കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിലൊരു ക്ലിനിക്കൽ ടച്ച് കൊണ്ടുവരാൻ ആഴ്സണൽ പ്ലേയേഴ്സിന് കാര്യമായിട്ട് ഈ ഒരു മത്സരത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പേഴ്സ് ഒരു ഡബിൾ ചേഞ്ച് നടത്തുകയാണ്. ജെയിംസ് മാഡിസനെയും ബ്രണ്ടൻ ജോൺസനെയും കളിക്കളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. പകരം മിഡ്ഫീൽഡിൽ നിന്ന് സാറിനെയും ബിസോമേനെയും പിൻവലിക്കുകയാണ്. സോ ഫസ്റ്റ് ഹാഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് സ്പേഴ്സ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കമ്മിറ്റ് ചെയ്യുന്നൊരു ഗെയിം പ്ലേ ആണ് പുറത്തെടുത്തത്. ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്ഷൻസ് മാത്രം പെർസ്യൂ ചെയ്യുന്ന ഒരു സ്റ്റൈലായിരുന്നു അവരുടെ. സെക്കൻഡ് ഹാഫിൽ പക്ഷെ കുറച്ചും കൂടി, കാരണം ഓൾറെഡി ബാക്കിലാണ് നിൽക്കുന്നത് ആൻഡ് ആഴ്സണൽ മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും അത്യാവശ്യം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ അവർ പുറത്തെടുത്തു എന്നുള്ളതാണ്. പക്ഷേ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് അതുകൊണ്ട് അവർക്ക് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആഴ്സണലിൻ്റെ ഡിഫൻസ് ഗബ്രിയേലും സാലിബയും, അതിൽ ഗബ്രിയേലിൻ്റെ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ഒരു സ്റ്റാർ പെർഫോമൻസ് തന്നെ ഈ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ഗബ്രിയേൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ബാക്സ് ഇൻ പ്രീമിയർ ലീഗ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് തന്നെ ഗബ്രിയേലും സാലിബയിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് വെച്ചത്. പക്ഷേ ഗബ്രിയേലിൻ്റെ ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടി എടുത്തു പറയണമെന്ന് തോന്നുന്നു. സോ അങ്ങനെ ടോട്ടനത്തിന് വലിയ കാര്യമായിട്ട് പിന്നീട് അവസരങ്ങളൊന്നും കിട്ടിയില്ല മത്സരത്തിൽ. ആഴ്സണൽ ബോക്സിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊരു ബിഗ് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഴ്സണൽ ഡിഫൻസ് ഡീൽ ചെയ്ത് വിട്ടു. പിന്നെ തോന്നുകയാണെങ്കിൽ 94ാമത്തെ മിനിറ്റിലാണ് പെഡ്രോ പോറോൻ്റെ വക റൈറ്റ് ടൈറ്റ് ആംഗിളിൽ നിന്നും ഒരു ഷോട്ട് അവർക്ക് പെഡ്രോ പോറോ എടുക്കുന്നത്. പക്ഷെ അത് ബാറിൽ തട്ടി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു സ്പേഴ്സിന് സെക്കൻഡ് ഹാഫിൽ കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ സ്പേഴ്സിന് പിന്നീട് കാര്യമായിട്ട് ഡേവിഡ് റായനെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലൊന്നും മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് ഹാഫിലായാലും. ആഴ്സണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്സണലിനും അവസരങ്ങൾ അത്യാവശ്യം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും കിട്ടിയില്ല, സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല അവസരങ്ങൾ ആഴ്സണലിൽ കിട്ടിയിരുന്നു. കായ് ഹാവേർട്സിന് 2 ഹെഡർ ചാൻസസ് കിട്ടിയിരുന്നു, പക്ഷേ 2ഉം കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒഡഗാർഡിന് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒഡഗാർഡ് വാസ് നൈസ് ഇൻ ദിസ് ഗെയിം.
പ്രോഗ്രസീവ്ലി ആർസണലിൻ്റെ അറ്റാക്കൊക്കെ നന്നായിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഓഡഗാർഡിന് കഴിയുന്നുണ്ടായിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ ആ ഒരു ബോക്സിനകത്തൊരു ക്ലിനിക്കൽ ടച്ച് ഓഡഗാർഡ് കുറച്ച് കാലമായിട്ട് മിസ് ചെയ്യുക തന്നെയുണ്ട്. ആൻഡ് സ്റ്റെർലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ സ്റ്റെർലിംഗ് ഒരു അത്ര ഇമ്പ്രസീവ് ഗെയിം ആയിരുന്നില്ല ആർസണലിന് വേണ്ടി കാഴ്ചവെച്ചത്. 60th മിനിറ്റ് ആയപ്പോഴേക്കും സ്റ്റെർലിങ്ങിനെ ആർസണൽ മിക്കൽ ആർട്ടറ്റ മാറ്റുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ആർസണൽ 3ാമത്തെ കൺസിക്യൂട്ടീവ് നോർത്ത് ലണ്ടൻ ഡെർബി വിജയം അവരുടെ ചിരവേരികളായ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് മേൽ നേടി എന്നുള്ളതാണ്. മത്സരത്തിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ആർസണലിൻ്റെ ലെഫ്റ്റ് ബാക്കായ ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസാണ്. കലഫിയർ ഓൾറെഡി മസിൽ ഇഞ്ചുറി കാരണം പുറത്തായ കാരണമാണ് ലൂയിസ് കെല്ലിക്ക് അവസരം സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഈ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ കിട്ടിയത്. സോ ആർസണലിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ പ്ലെയറിന്, ആർസണലിൻ്റെ കൂടെ ഇത്രയും കാലമായിട്ടുള്ളൊരു പ്ലെയറിന് നോർത്ത് ലണ്ടൻ ഡെർബിയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങാൻ കഴിയാന്നൊക്കെ പറയുന്ന അത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതിനൊതുക്കുന്ന പെർഫോമൻസ് തന്നെ ആ പയ്യൻ ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ, മൂവ്മെൻറ്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ്, അതേപോലെ ഫിസിക്കലി ഹോൾഡ് ഓഫ് ചെയ്യുന്നതിനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളും. ഐ തിങ്ക് ഈ ഒരു പ്ലെയർ ആർസണലിന് വലിയൊരു അസറ്റ് തന്നെയായിരിക്കും ഫ്യൂച്ചറിലേക്ക് എന്നുള്ളതാണ്. ആ ഒരു പൊസിഷൻ, ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്നതിന് സൂപ്പറാണ്. സോ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ലൈക്ക് സിഞ്ചൊക്കെ കളിക്കുന്ന പോലെ കളിക്കാനായിട്ട് ഒതുങ്ങുന്ന ഒരു പ്ലെയർ. അതിനുള്ള പെർഫോമൻസ് തന്നെ ലൂയിസ് കെല്ലി ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ പറയാം ജൂലിയൻ ടിംബറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് വൺ ജൂലിയൻ ടിംബർ. അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ജോലി വെടിപ്പായിട്ടൊക്കെ തന്നെ ചെയ്തു, ബോത്ത് ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലാണെങ്കിലും. ആൻഡ് അതേപോലെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസും പാർട്ടിയെല്ലാം അവരുടെ ജോലി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തത്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാർട്ടിനലി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയതിൽ അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ ബോക്സിലേക്ക് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് ഇപ്പോഴും മാർട്ടിനലി ലാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാവേർട്സിൻ്റെ കാര്യം, 2 നല്ല അവസരങ്ങൾ കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒക്കെ ഈ മത്സരത്തിൽ കാണാനുണ്ട്. പക്ഷേ സ്റ്റിൽ ആ നമ്പർ 9 പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്ന് ഗോളുകളാണ്. അത് ഈ ഒരു മത്സരത്തിലും വന്നില്ല. എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു നോർത്ത് ലണ്ടൻ ഡെർബിയിൽ അദ്ദേഹം ഗോൾ നേടി അത് ആർസണലിൻ്റെ വിജയഗോളാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള FA കപ്പ് തോൽവിക്ക് ശേഷം നല്ല രീതിയിൽ അബ്യൂസ് ഈ പ്ലെയർ ഫേസ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നല്ല രീതിയിൽ അബ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു പ്ലെയർ ആ ഒരു നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ഒരു വിന്നിങ് ഗോൾ നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കുമെന്ന്, അത് നേടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. മറ്റുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആർസണലിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇനി സ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര നല്ലൊരു ടോപ്പ് പെർഫോമൻസ് നൽകിയ പ്ലെയർ എന്ന് പറയാനായിട്ട് എനിക്ക് ആരും അങ്ങനെ തോന്നുന്നില്ല. ആക്ച്വലി സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡ് വളരെ ഡൗൺ ആയിരുന്നു. അവർക്ക് പ്രോഗ്രസീവായിട്ട് പന്ത് അറ്റാക്കിങ്ങിലേക്ക് ക്യാരി ഓൺ ചെയ്ത് കളിക്കാനായിട്ട് അവർക്ക് കാര്യമായിട്ട് കഴിയുന്നില്ല. ആ സമയം പറയുമ്പോൾ ആർസണലിൻ്റെ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലും പറയേണ്ടതുണ്ട്. ട്രാൻസിഷൻ ഫേസിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടനം ഫസ്റ്റ് ഹാഫിൽ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്കിങ് ചാൻസാണ് കൂടുതൽ പെർസ്യൂ ചെയ്തത്. സോ അങ്ങനെ വരുമ്പോൾ ആർസണലിൻ്റെ അറ്റാക്കിംഗ് ടു ഡിഫെൻസീവ് ട്രാൻസിഷൻ സമയത്ത് മിഡ്ഫീൽഡിൽ അത്യാവശ്യം സ്പേസ് ബ്ലാങ്കായി പോകുന്നൊരു സാഹചര്യം ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. മേ ബി അത് ഇനി വരുന്ന മത്സരങ്ങൾ തിരുത്തട്ടെ. എന്തായാലും 2-1 എന്നുള്ള സ്കോർ ലൈനിലല്ല, കുറച്ചും കൂടി നല്ലൊരു കുഷൻ സ്കോർ ലൈനിൽ ആർസണലിന് കുറച്ചുകൂടി ഗോളുകൾ നേടാമായിരുന്നൊരു മത്സരം തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു വിക്ടറിക്ക് അതിൻ്റേതായ വിലയും മാധുര്യവും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ് ഫോർ ദ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആർസണൽ അങ്ങനെ ഈ ഒരു സീസണിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 43 പോയിൻ്റാണ് അവർക്കുള്ളത്. ആൻഡ് ടോപ്പിൽ നിൽക്കുന്ന ലിവർപൂളിന് 47 പോയിൻ്റ് ഉണ്ട്. പക്ഷേ അവരൊരു മത്സരം കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. സോ ഇനി ആർസണലിൻ്റെ അടുത്ത മത്സരം വരുന്നത് ആസ്റ്റൺ വില്ലയുടെ അടുത്താണ്. അതേസമയം ടോട്ടനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. അവരിപ്പോൾ 13ാം സ്ഥാനത്തേക്ക് അങ്ങനെയാണ് വീണ്ടിരിക്കുന്നത്. അവർക്ക് 11 മത്സരങ്ങൾ അവർ തോറ്റു. ഇപ്പോൾ 21 മത്സരങ്ങൾ പ്രീമിയർ ലീഗ് കഴിഞ്ഞുള്ളൂ. അവർ 11 അവർ തോറ്റു എന്നുള്ളതാണ്. അവരുടെ ഗെയിം പ്ലേയും കാര്യങ്ങളും എല്ലാം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സോ കോച്ചിനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അലമുറി കൂട്ടുന്നുണ്ട്. സോ എന്താ ഈ ഒരു സീസണിൽ മറ്റൊരു പ്രീമിയർ ലീഗ് കോച്ചിൻ്റെ തൊപ്പിയും കൂടി തെറിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. എനിവേ എമിറേറ്റ്സിൽ മിക്കൽ ആർട്ടറ്റയും പിള്ളേരും ഹാപ്പിയാണ് ഈ ഒരു മത്സരത്തോടെ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ 2 ടീമുകൾക്കും ആർസണലിനായാലും ടോട്ടനത്തിനായാലും ഈ വിൻഡോയിൽ അത്യാവശ്യം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നത് അനിവാര്യമായി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു സീസൺ മുന്നോട്ട് പോകുമ്പോൾ. അതിൽ ആർസണലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഗബ്രിയേൽ ജീസസിൻ്റെ ഇഞ്ചുറിക്ക് ശേഷം അറ്റാക്കിങ്ങിലേക്ക് ഒരു സൈനിങ് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഈ ഒരു മത്സരത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ
ഇപ്പോൾ കഴിഞ്ഞ നോർത്ത് ലണ്ടൻ ഡെർബിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറക്കാതെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മുടെ ഈ സൈഡ് ലൈൻ ഫുട്ബോളിന് റീച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഒന്ന് വലുതാക്കാൻ പറ്റും നമുക്ക് നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.